ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ മലമ്പുഴയിൽ ഫ്ലവർ ഷോ കാണാൻ പോയ വീഡിയോ ആണ്. ഫ്ലവർ ഷോ ഞങ്ങൾ കാണാൻ പോയത് അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ അന്നായിരുന്നു, അതായത് ജാനുവരി 16. അപ്പോൾ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവരും അറിഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് കണ്ട് ഞങ്ങൾ നേരെ ചായ കുടിക്കാൻ പോയിട്ട് ഞാനും താനും 2 പഴംപൊരിയാണ് ഓർഡർ ചെയ്തത്. നല്ല മധുരമുള്ള പഴംപൊരിയായിരുന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കഴിഞ്ഞ് മലമ്പുഴയിൽ ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ട് കാണാൻ കുഴപ്പമില്ല. ഇനി 2 ദിവസം കൂടി കഴിയുമ്പോഴാണ് അതിൻ്റെ കൂടുതലുള്ള ഭംഗി കാണുക. ഒരുപാട് ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. ഞങ്ങളവിടെ നിന്ന് ഒരുപാട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അത് മനോഹരമായിരുന്നു കാണാൻ. ഈ പുല്ലുകളിൽ ഇതൊക്കെ വെച്ചിട്ട് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുകയാണ് ഗൈസ്. അവിടെ നല്ല രസമുള്ള കപ്പിൽ നിന്ന് ഇങ്ങനെ പൂ ഇറങ്ങി വരുന്ന പോലെ കണ്ടപ്പോൾ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ തോന്നി. അങ്ങനെ ഞാൻ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുളത്തിൻ്റെ അരികിൽ മയിലിരിക്കുന്ന പോലെയും കുടം വീണതും അങ്ങനെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ തുമ്പി നിൽക്കുന്ന പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. പലതരം കളറിലുള്ള തുമ്പികളും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഫോട്ടോസും വീഡിയോസും ചെടികളുടെ ഇടയിൽ ഒരു മുഖമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അവിടെ കുറേ പൂക്കൾ വെച്ചിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഓരോ തരം പൂക്കളാണ് വെച്ചിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരിട്ട് കാണാൻ ഇതിനേക്കാളും ഒരുപാട് ഭംഗിയുണ്ടാവും നമ്മൾ നേരിട്ട് പോയി കണ്ടിട്ടുണ്ടെങ്കിൽ. ഞാൻ അങ്ങനെ എല്ലാവരുടെയും നോക്കി നടക്കുകയാണ്, അത്രയും രസമുണ്ടായിരുന്നു കാണാൻ.
താനുവിനും എൻ്റെ കൂടെ വന്ന് ഫോട്ടോ എടുക്കണം പറഞ്ഞിട്ട് താനും എൻ്റെ കൂടെ വന്ന് ആക്ഷനൊക്കെ കളിച്ച് നിൽക്കുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. ബാക്കിലുള്ള പൂവ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ത് പൂവാണെന്ന് മനസ്സിലായില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനതിന്. മഞ്ഞ കളറിലും ചുവപ്പ് കളറിലും പിന്നെ വേറെ കുറേ പൂക്കളുണ്ടായിരുന്നു. ഒക്കെ ചെറിയ ചെറിയ പൂക്കളായിരുന്നു, കാണാൻ ഒരുപാട് ഭംഗിയും ഉണ്ടായിരുന്നു. വലുതാകുമ്പോൾ ഇതിനേക്കാളും നല്ല ഭംഗിയുണ്ടാവും കാണാൻ. വയലറ്റ് കളറിലും പിങ്ക് കളറിലും റോസിലും പിന്നെ അവിടെ ഒട്ടകത്തിൻ്റെ മുട്ട പോലെ വലിയൊരു കൂടിൽ ഒരു 4 മുട്ടയൊക്കെ ഉണ്ടാവും. നല്ല രസമുണ്ടായിരുന്നു അത് കാണാൻ. പിന്നെ ട്രീ ഹൗസിൽ 2 ആൾക്കാർ ഇരിക്കുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഫോട്ടോ എടുക്കുമായിരുന്നു. അവിടെ ഒരു ടേബിൾ ഇട്ടുണ്ടായിരുന്നു, അതിൽ ഞാനും താനും കൂടി പോയിരുന്ന് ഫോട്ടോയൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു ആ ഒട്ടകത്തിൻ്റെ മുട്ട കാണാൻ. കൂടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ശരിക്കും കൂട് പോലെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ പൂക്കളായിരുന്നു. അങ്ങനെ ഇടയിൽ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഫ്ലവർ ഷോ അവർ വെച്ചിരിക്കുന്നത്. അതിമനോഹരമായിട്ട് തന്നെ അവൾ ഫ്ലവർ ഷോ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയതായിട്ടൊരു സാധനം വന്നിട്ടുണ്ട്. ഫുഡ് സ്റ്റാൾസ് ആയിരുന്നു. ഒരുപാട് സാധനങ്ങൾ അവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് കഴിക്കാൻ പോകാം. ഫുഡീസിനൊക്കെ ഇഷ്ടപ്പെടും. ഐസ്ക്രീംസും പോപ്കോൺസും എല്ലാം ഉണ്ട് അവിടെ. അടിപൊളിയാണ് ഫുഡ്സൊക്കെ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോപ്കോൺ മേടിച്ച്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. സ്വീറ്റ് കോണും എല്ലാം മേടിച്ച് ഞങ്ങൾ കഴിച്ചു. അടിപൊളിയാണ്. ബജ്ജീസിൻ്റെ കടയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാത്തിൻ്റെയും കടയുണ്ടായിരുന്നു. സ്വീറ്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും ഉണ്ടായിരുന്നു. ഇരുന്ന് കഴിക്കാനുള്ള സ്പേസൊക്കെ ഉണ്ടായിരുന്നു അവിടെ. നമുക്ക് ഇരുന്നൊക്കെ കഴിക്കാം. നല്ല ആംബിയൻസോടെ നമുക്ക് ഇരുന്ന് പച്ചപ്പിലിരുന്ന് കഴിക്കാം. നല്ല രസമുണ്ടായിരുന്നു ഇരുന്ന് കഴിക്കുമ്പോഴൊക്കെ. ചുറ്റും നോക്കിയാലും തിരിഞ്ഞാലും പച്ചപ്പായിരിക്കും. അങ്ങനെ ബ്യൂട്ടിഫുള്ളാണ് ഫുള്ളും കാണാൻ. പിന്നെ ഒരു ഇതുപോലെയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് പാട്ട് കേട്ട് നമുക്ക് ഇരുന്ന് ഫുഡ് കഴിക്കാം. ഞങ്ങൾ നേരെ പോകുമ്പോൾ ഒരു പുൽക്കൂടിൽ പുലിനെയും അതിൻ്റെ കുട്ടികളിനെയൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങൾ രണ്ടുപേരും കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഞാനും താനും ഞങ്ങളെല്ലാവരും ഫോട്ടോസ് എടുത്തു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. അടുത്തൊരു നല്ല